ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. സിനിമയുടെ റിലീസ് തീയതി അങ്ങനെ ഒഫീഷ്യലായിട്ട് പുതിയത് വന്നിട്ടുണ്ട്. മെയ് 21, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്നാണ് സിനിമ റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും അവരുടെ ടീമൊക്കെ വൻ കോൺഫിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏപ്രിൽ മാസത്തിനുള്ളിൽ ടീസറും വരാനിരിക്കുന്ന ആ ടീസറൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യം 3 മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. വാഴ 2 എന്ന ചിത്രത്തിൻ്റെ ഡേറ്റിന് യാതൊരു മാറ്റം തന്നെയില്ല. നമ്മുടെ ദൃശ്യം 3 ആ പണ്ടത്തെ ഡേറ്റ് തന്നെയാണ്. ഏപ്രിൽ 2 തന്നെ വാഴ റിലീസ് ചെയ്യും. കൽക്കി 2 എന്ന ചിത്രത്തിൽ നമ്മുടെ ദുൽഖർ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ പ്രാവശ്യം ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോയിലായിരിക്കും അദ്ദേഹം വരുന്നത്. ഹൈദരാബാദിലെ സെറ്റിലായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ ബിജു മേനോനും ജോജു ജോർജും തകർത്ത് അഭിനയിച്ച ഒരു ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. സിനിമ അങ്ങനെ ഈ വരുന്ന മാർച്ച് 27 മനോരമ മാക്സിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. DS ഇറെ, ബബ്ബബ എന്നീ ചിത്രങ്ങളിലൂടെ ജനപ്രീതി നേടിയൊരു നടനാണ് നമ്മുടെ ജിബിൻ ഗോപിനാഥ്. അദ്ദേഹം ഇപ്പോൾ അരസൻ എന്ന സിനിമയിലേക്ക് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ വട ചെന്നൈ യൂണിവേഴ്സിൽ ഒരു മലയാളി അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രജനികാന്തിൻ്റെ ഒരു പെയറായിട്ട് ശോഭന അങ്ങനെ എത്തുകയെന്ന് ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ തലൈവർ 173 വേണ്ടി റൂമേഴ്സ് മാത്രമാണ്. ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതായത് നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിവിൻ പ്രതിച്ഛായ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് 26 റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമയ്ക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. സൂര്യയുടെ ചിത്രമായ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ നമ്മുടെ RJ ബാലാജിയാണല്ലോ. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ വില്ലൻ വേഷത്തിലായിട്ട് എത്തുന്നത്. ഷെയ്ൻ നിഗത്തിൻ്റെ 27ാമത്തെ ചിത്രം ഒരു തെലുങ്ക് ചിത്രമായിരിക്കും. അതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ടൊവിനോ ചിത്രമായ പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിൻ്റെ ടീസർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.